വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു എൻ്റെ വെയ്റ്റ് ലോസ് ജേർണിയുടെ ഒരു സ്റ്റോറിയാണ്. ഞാൻ ലൈഫിൽ ഏറ്റവും അച്ചീവ് ചെയ്തിട്ടുള്ളൊരു വലിയ കാര്യം തന്നെയാണ് അത്. എന്ന് വെച്ചാൽ ഒരുപാട് ബോഡി ഷേമിങ്, ബുള്ളിങ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. കൊച്ചിലേ മുതൽ കുറച്ച് ബൾക്കായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം മുതൽ നല്ല ബുള്ളിങ്ങും ബോഡി ഷേമിങ് ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ വന്നു. തൈറോയിഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ബിടെക് കാലഘട്ടം കഴിഞ്ഞ് ഒരു 21 തൊട്ടാണ് എൻ്റെ വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഈ ബുള്ളിങ്ങും ബോഡി ഷേമിങ്ങും ഒക്കെ സഹിക്കാൻ വയ്യാണ്ടായി. അതുപോലെ ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടായി. അപ്പോൾ എന്നാൽ ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഈ ലാൻഡിലോട്ട് കൺവേർട്ടായി. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി പ്രോസസ്സ്, ഒരിക്കലുമല്ല. പ്രത്യേകിച്ച് ഞാൻ ഈ ജങ്ക് ഫുഡ്സ് ഒന്നും അല്ലെങ്കിലും കഴിക്കത്തില്ല. പക്ഷേ എനിക്ക് ചോറ്, ഈ ദോശ അതൊക്കെ ഒരുപാട് കഴിക്കുക, അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. നല്ല വിശപ്പെടുന്നു, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വിശപ്പു. അപ്പം സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ടയേർഡ്നെസ് ഉണ്ടായിരുന്നു. എന്നാലും വിട്ടില്ല, പോയി. അങ്ങനെ ആദ്യം ഞാൻ ചെയ്തത് ഒരു എയറോബിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. അവിടെ നല്ലൊരു മെൻറ്റർ ഉണ്ടായിരുന്നു, ഒരു ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്നൊരു ഡയറ്റ് ചാർട്ട് തന്നു. അപ്പം ഞാൻ അന്ന് ഫോളോ ചെയ്തതും ഇന്നിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അന്ന് 16:8 ഒക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ മാക്സിമം ഡിന്നർ നേരത്തെ കഴിക്കാൻ ശ്രമിക്കും. വിത്തിൻ 7 എൻ്റെ ഡിന്നറ് സോർട്ട് ഔട്ട് ആവും. അപ്പം അങ്ങനെ ശീലിച്ചു വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. പിന്നെ പോസ്റ്റ് പാർട്ടം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മെഡിക്കേഷൻസ് എല്ലാം എടുത്തപ്പോൾ പിന്നെ ഡബിളായി. അത് ഭയങ്കര ഒരു ട്രോമ തന്നെ ആയിരുന്നു. പിന്നെയും ബാക്ക് ടു എൻ്റെ പഴയ ഒരു ഷേപ്പിലെത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. അപ്പോഴും ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ് എടുത്തത്. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ആദ്യം വീട്ടിലുള്ള ചെറിയ ചെറിയ യോഗ പോസ്റ്റേഴ്സും മെഡിറ്റേഷൻ അങ്ങനെ തുടങ്ങി. പിന്നെ ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു. ഇപ്പോഴും ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളാണ്. ആഴ്ചയിൽ 5 ഡേയ്സ് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഒരു റുട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്കുണ്ട്. അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എൻ്റെ ബോഡി ടോൺ ആവാനൊക്കെ ജിമ്മിൽ വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ കൊണ്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പം മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊന്നും വെയ്റ്റ് ലോസ് ചെയ്യണം എന്ന് തീരുമാനിച്ച് സ്റ്റിക്ക് ഓൺ ദാറ്റ്. ഇപ്പം നാളെ മുതലാണ് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ പ്ലീസ് തലേ ദിവസം തന്നെ നമ്മൾ നാളെ എന്തൊക്കെ മീൽ കഴിക്കണം, എന്നിട്ട് അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക, അല്ലേ? പയർ മുളപ്പിക്കാൻ വയ്ക്കുക. അത് സ്പ്രൗട്ട്സൊക്കെ ഭയങ്കര പ്രോട്ടീനുള്ള സാധനമാണ്. എഗ്സ്, ചിക്കൻ, ചോറും കഴിക്കാം. ശകലം ചോറും നമ്മുടെ ബാക്കി സൈഡ് ഡിഷസിൻ്റെയൊക്കെ എണ്ണം കുറച്ച് കൂട്ടിയാൽ മതി, ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയാൽ മതി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. എല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ കഴിക്കും. ആഴ്ചയിൽ ഒരിക്കൽ എനിക്ക് ചിഡയാണ്. ഇഷ്ടമുള്ള എല്ലാ കാര്യം വലിച്ച് കഴിക്കില്ല. ഇപ്പം പീസ് ഓഫ് കേക്ക് ഇപ്പം കഴിക്കാൻ തോന്നിയാൽ കഴിക്കും. ചോക്ലേറ്റ്സ് ഒന്നും എനിക്ക് പണ്ടേ മുതൽ പ്രിയമല്ല. പക്ഷേ സ്വീറ്റ്സിന് ഭയങ്കര ഇഷ്ടമാണ്. ലഡ്ഡു, ജിലേബി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പോസ്റ്റ് പാർട്ടം കൂടെ കഴിഞ്ഞപ്പോൾ 90 ഉണ്ടായിരുന്നു. 90 ഇപ്പോൾ ഒരു 66 വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ആവശ്യമുള്ള വെയിറ്റ് തന്നെയാണ്. പിന്നെ ബോഡി കുറച്ചും കൂടെ ടോൺ ആവാനുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ് അത്. എന്നുവെച്ചാൽ ചിലവരൊക്കെ ചോദിക്കുന്നത് ഫോട്ടോഷോപ്പാണെന്ന്. അത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സാക്രിഫൈസിൽ കൂടെ തന്നെയാണ് ഈ ഒരു ഷേപ്പിലോട്ട് എത്തിയത്. അതെൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ്. അത് പിന്നെ പറയുന്നത് അത് ഒരുപാട് സഹിച്ചിട്ടുണ്ട്, അതാണ്. അപ്പോൾ ഇപ്പോൾ വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യം തന്നെ നമ്മൾ പ്രിപ്പയർ ആവുക. മീൽസൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഈ ദിവസം ഇന്നത് കഴിക്കും, സെക്കൻഡ് ഡേ ഇന്നത് കഴിക്കും. കൂടുതൽ സാലഡ്സൊക്കെ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ്, വാട്ടർമെലനൊക്കെ, ഈ വാട്ടർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. പ്രോട്ടീൻസ് ഉൾപ്പെടുത്താം. ചിക്കനും ഒക്കെ പ്രോട്ടീനാണ്. അതൊക്കെ എല്ലുള്ള പീസ് കഴിക്കുന്ന ബ്രസ്റ്റ് പീസ്, ബോൺലെസ് പീസൊക്കെ നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഇതാണ്. അപ്പോൾ അതൊക്കെ കഴിക്കും. പിന്നെ ഇലക്കറികൾ കഴിക്കും. നമ്മുടെ മുരിങ്ങയില, ചീര,
അതൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് മുരിങ്ങയില തോരൻ. അപ്പം ഇഷ്ടംപോലെ മുരിങ്ങയില കഴിക്കും, പിന്നെ ചോറ് ഇത്ര കഴിക്കും. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ കഴിക്കാറുണ്ട്, പക്ഷേ ഒരുപാട് കഴിക്കാറില്ല, ആവശ്യത്തിന് കഴിക്കാറുണ്ട്. ഇപ്പോൾ ഒരു കേക്ക് കഴിക്കാൻ കൊതുന്നു ഒരു ചെറിയ പീസ് എടുത്ത് കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ വല്ല പാർട്ടിക്കോ നമ്മൾ പുറത്തോ പോയി നമ്മൾ ഒരുപാട് ജങ്ക്സ് കഴിക്കണം. ഇപ്പോൾ ബൊഫയൊക്കെ പോയി ഒരുപാട് നമ്മൾ സ്വീറ്റ്സ് ആയാലും ഫ്രൈഡ് ഐറ്റംസ് ആയാലും ഒക്കെ കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒന്ന് കുറയ്ക്കുക. ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മളൊരു ഹെവി ലഞ്ചൊക്കെ കഴിക്കുകയാണ്, ഒരുപാട് ഐറ്റംസൊക്കെ കഴിക്കുകയാണെങ്കിൽ രാത്രി ചിലപ്പോൾ ഒരു സാലഡ് ആക്കുക, അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ആക്കുക, അങ്ങനെ മിനിമൈസ് ചെയ്യുക. അങ്ങനെ എപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അല്ലാതെ എല്ലാ നേരവും ചുമ്മാ ഇങ്ങനെ എപ്പോഴും ഒരു ഹ്യൂജ് എമൗണ്ടിൽ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബ്രേക്ക് ഡൗൺ ദ മീൽസ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നത് ഒരു 6 times ഇൻ എ ഡേ ആയിട്ട് കഴിക്കുക. ഇപ്പോൾ ഒരു 3 times ഇൻ എ ഡേ ആയിട്ട് കഴിക്കുന്ന പോർഷൻ നമ്മൾ 6 times എ ഡേ ആക്കി. ഇപ്പോൾ രാവിലെ ഇപ്പം ഒരു ഓംലെറ്റ് ഒരു ബ്രൗൺ ബ്രെഡാണ് കഴിക്കുന്നെങ്കിൽ പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഒരു കപ്പ് ചോറും പിന്നെ കുറച്ച് സാലഡ്സ്, മുരിങ്ങയില, ചീര, ലീഫി വെജിറ്റബിൾസ് അല്ലാത്തത്, പിന്നെ ചിക്കൻ, എഗ്ഗ്, മീൻ കഴിക്കാം, എല്ലാം ഉച്ചയ്ക്ക് കഴിക്കാം. പിന്നെ വൈകിട്ടാകുമ്പോൾ ഒരു ബ്ലാക്ക് കോഫി കുടിക്കാം, നട്ട്സ് കഴിക്കാം, ഡേറ്റ്സ് കഴിക്കാം, അത് കഴിക്കാം. പിന്നെ രാത്രി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് മെത്തേഡായിട്ടാണ്. ചിലവർക്കത് പറ്റത്തില്ല. 16:8 റേഷ്യോയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് തരുന്നത്. ഷുവറായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവും, പക്ഷേ ഏറ്റവും വലിയൊരു കാര്യം വെയിറ്റ് ലോസ് ഉണ്ടായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇറ്റ്സ് ടു ഡിഫിക്കൾട്ട്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഒരു മാജിക്കും ഇല്ല, ഒരു മാജിക് ഡ്രിങ്കോ അങ്ങനെ ഒരു മെറ്റബോളിസം കൂട്ടുമായിരിക്കും. നമ്മുടെ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇപ്പോൾ ഈ ഫെനൽ സീസി പെരിജീരകം ഇട്ട വെള്ളമൊക്കെ സഹായിക്കും. നമുക്ക് എപ്പോൾ ഒരു ബ്ലോട്ടിങ് ഉണ്ടാവത്തില്ല, അതൊക്കെ നമുക്ക് സഹായിക്കും. അല്ലാതെ ഒരു മാജിക് ഡ്രിങ്ക്, ഒരു മാജിക് ഒന്നുമില്ല, സിസ്റ്റമാറ്റിക്. അതേപോലെ തന്നെ ക്രാഷ് ഡയറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കുക, അതൊക്കെ വെറും ടെമ്പററിയാണ്, അതൊരിക്കലും ലാസ്റ്റ് ആകില്ല. ഞാൻ എടുത്തിട്ടുണ്ട്, മൺഡേ മീലൊക്കെ എടുത്തിട്ടുണ്ട്, ഒമാഡൊക്കെ എടുത്തിട്ടുള്ളതാണ്, ഒരു ദിവസം ഒരു നേരം ആഹാരം കഴിച്ച്. പക്ഷെ അതൊന്നും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുമെന്നല്ലാതെ ഒരു ഇതും ചെയ്യത്തില്ല. എല്ലാം നമ്മുടെ ചുറ്റുമുള്ള ഭക്ഷണം, നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം വെച്ച് തന്നെ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാമ്പാർ നല്ലൊരു പ്രോട്ടീനും ഈ വെജീസും ഒക്കെ ഉള്ളൊരു ഇതാണ്. അവിയൽ നല്ലതാണ്. അവിയൽ പിന്നെ അത് തേങ്ങയുള്ളതുകൊണ്ട് തേങ്ങ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറച്ച് കുറയ്ക്കാൻ ശ്രമിക്കുക. എന്നെങ്കിൽ കൊളസ്ട്രോൾ കൂടും, അത്ര ഹെൽത്തി അല്ല. അതുകൊണ്ട് തേങ്ങ അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ സാമ്പാർ നല്ലതാണ്. പിന്നെ നല്ല ഒരു ടീസ്പൂൺ ഓയിലൊക്കെ ഈ ക്യാബേജ് മേക്കോട്ട്, ക്യാബേജൊക്കെ നമുക്ക് ഒരുപാട് കഴിക്കാം കേട്ടോ. നല്ല വെയിറ്റ് ലോസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വെജീസാണ്. കുക്കുംബർ, പിന്നെ സ്വീറ്റ് കോൺ അതൊക്കെ കഴിക്കും കേട്ടോ. കോളിഫ്ലവർ ഇതൊക്കെ കഴിക്കുക. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളത് വെച്ചാൽ അത് വലിയ സാധനങ്ങളോ ഐറ്റംസോ അങ്ങനെയൊന്നും വേണ്ട. ഞാൻ എൻ്റെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത്. ഡോണ്ട് ഡു ക്രാഷ് ഡയറ്റ്സിലൊന്നും വിശ്വസിക്കുകയും ചെയ്യരുത്. ഡോണ്ട് ഡു ദാറ്റ്. നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് സമയമെടുത്ത് നമ്മൾ ഡയറ്റ്, നമ്മളെ വർക്കൗട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇപ്പം വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവർ, പുറത്ത് പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തവർ വീട്ടിൽ തന്നെ ചെയ്യാമല്ലോ. ഇപ്പം പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണെങ്കിൽ കുട്ടിയെടുത്ത് നടക്കാം. നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ നല്ലൊരു വെയിറ്റ് ലോസാണ്. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ബ്രസ്റ്റ് ഫീഡിങ്ങിന് അമ്മമാർ ഒരുപാട് ഡയറ്റ് എടുക്കാൻ പാടില്ലല്ലോ. കുട്ടിക്കും കൂടെ പാല് കൊടുക്കുന്നുള്ളതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രോട്ടീൻ സോഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം കഴിക്കണം. ഒരുപാട് ഈ ഫ്രൈഡ് ഐറ്റംസ്, ഈ സ്നാക്സ്, മിക്സ്ചർ അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറയ്ക്കാൻ നോക്കുക. പിന്നെ ഇതൊക്കെ തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാൻ രാവിലത്തെ റൊട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കും 2 ഇഡ്ഡലി, ഒരു പുഴുങ്ങിയ മുട്ട, ഒരു റോബസ്റ്റ പായം നല്ലതാണ് വെയിറ്റ് ലോസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് റോബസ്റ്റ പായം. അത്രയും കഴിക്കുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗറാണ്. അത് കഴിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ ഷുഗറിൻ്റെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കഴിക്കും. ചായയിലും എനിക്ക് മധുരമില്ലാതെ പറ്റത്തില്ല, 1/2 ടീസ്പൂൺ ഇട്ട് കഴിക്കും. അത് തന്നെ ഒരു കംപ്ലീറ്റ് മീലാണ്. 2 ഇഡ്ഡലി കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും. ഇടിയപ്പമൊക്കെ പുട്ടിനൊക്കെ ഒരു സ്റ്റീം ചെയ്തതാണെങ്കിൽ അതിന് ഗോതമ്പ് പുട്ട്, റാഗി പുട്ട്, അങ്ങനെ പലതരം
വെറൈറ്റീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം മിലറ്റ്സ് ഉണ്ട്, മിലറ്റ്സിൻ്റെ ഈ പുട്ടുപൊടി അവൈലബിൾ ആണ്. ഈ മിലറ്റ്സ് കിനോവ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതൊക്കെ ഒരുപാട് വെയിറ്റ് ലോസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഇതാണ്. എല്ലാവർക്കും ഒരേ നെറ്റിൽ ഒരുപാട് ഈ വെയിറ്റ് ലോസ് റെസിപ്പീസ് ഒക്കെ അവൈലബിൾ ആണ്. എല്ലാം നിങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് ഒരു ഡയറ്റീഷ്യനെയോ അറിവുള്ള ആരെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്തുക. നമ്മൾ സ്വന്തമായിട്ടൊരു ഡയറ്റ് പ്ലാനൊക്കെ ഉണ്ടാക്കി അറിവുള്ള ആരെങ്കിലും അത് കൺസൾട്ട് ചെയ്ത് ഇതിന് ശേഷം തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ 1 മണിക്കൂർ മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് വീട്ടിൽ ചെയ്യാം, വീട്ടിൽ യോഗ ചെയ്യാം, എയറോബിക്സ് ചെയ്യാം. യൂട്യൂബിൽ ഇപ്പോൾ എല്ലാ വീഡിയോസ് അവൈലബിൾ ആണല്ലേ. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. എന്തെങ്കിലും ബോഡിക്കൊരു വ്യായാമം കൊടുക്കുക. ഇപ്പോൾ 30+ കഴിഞ്ഞ സ്റ്റേജിൽ ഇൻക്ലൂഡിങ് മീ 30+ കഴിഞ്ഞവരാണെങ്കിൽ മാക്സിമം സ്ട്രെങ്ത് ട്രെയിനിങ്ങും വെയിറ്റ് ട്രെയിനിങ്ങൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കാലുകൾ ലെഗ് ഡേ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 40 വയസ്സ് വരെ നമ്മുടെ ബോഡി എങ്ങനെ നോക്കുന്നു. 40 years ഈസ് എ പ്രൈം ഏജ് ആണല്ലേ. അപ്പോൾ അതിനുശേഷം ബോഡി നമ്മളെ നോക്കിക്കോളും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ജീവിതത്തിൽ 1 മണിക്കൂർ മാറ്റി വയ്ക്കുക. ഡു സം വർക്കൗട്ട്. ഏത് രീതിയിലുള്ളതും ആവാം. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊരു ഹാപ്പി അവേഴ്സ്, നമ്മുടെ ഡോപ്പമിൻ റിലീസാവും അല്ലേ. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ടോണും ഇമ്പ്രൂവ് ആവും. നമ്മൾ ഈ സ്വെറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്ലൂട്ടാതയോണും നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ ഒരു കോറിലേഷനുണ്ട്. നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ ഷുഗർ കട്ട് ഡയറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു ഡയറ്റും നമ്മൾ നല്ലൊരു റുട്ടീനും ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ സ്കിൻ ടോണൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. നല്ല ഈ ഗ്ലാസ് സ്കിൻ പോലത്തെ ഒരു സ്കിന്ന് കിട്ടും. നമ്മൾ ഓവറോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തത് കാണാൻ പറ്റുന്ന പോലെ ഒരു പ്രകാശം വരും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ സിമ്പിൾ ടിപ്സൊക്കെ. ടിപ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കുറുക്കു പോലും ഇല്ല. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എക്സസൈസും എടുത്ത് വണ്ണം കുറയ്ക്കാൻ നോക്കുക. ഞാൻ ഇത് പറഞ്ഞത് ചിലവർ കംഫർട്ടബിളാണ്, അവരുടെ സൈസിൽ ഭയങ്കര കംഫർട്ടബിളാണ്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. എനിക്കിപ്പം കുറച്ചൊന്ന് കൂടുമ്പോൾ തന്നെ ഭയങ്കര അൺകംഫർട്ടബിളാണ്. കൂടിയോ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, അത് നല്ലൊരു കാര്യമാണ്. എനിക്കറിയാം കുറേ പേര് അതേ പ്ലസ് സൈസ് അവരെല്ലാ ഡ്രസ്സും ഇടും, അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവരുടെ ബോഡിയിൽ ഭയങ്കര കംഫർട്ടബിളാണ്, അവരിങ്ങനെയാണ് ഷോയിങ്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാനിത് പറയുന്നത് ആരെങ്കിലും വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവരോ വേറെ എന്തെങ്കിലും ഫങ്ഷനുണ്ടോ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് സ്റ്റിക്ക് ടു ദ റൊട്ടീൻ. ഒരു 21 ദിവസം കഴിയുമ്പോൾ പോട്ടെ, ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ അതേപോലെ ആവും. നമ്മുടെ ഒരു പ്രാക്ടീസ് ആവും അങ്ങ്. പിന്നെ നമുക്കതൊരു പുതുമയോ ഒന്നും തോന്നത്തില്ല. എല്ലാം കഴിച്ചുകൊണ്ട് എല്ലാം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നോക്കാൻ പറ്റുന്നവരാണെങ്കിൽ 16:8 ഓപ്ഷൻ ഒരു ബെറ്റർ ഓപ്ഷനാണ്. നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ഓപ്ഷനാണ്. അങ്ങനെ എല്ലാ മീലും കഴിച്ചുകൊണ്ട് ഒരു 6 times a day കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ചെറിയ ചെറിയ ടിപ്സൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ എന്താ, എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, എല്ലാവരും സന്തോഷമായിട്ട് ബി ഹാപ്പി. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.